ഹലോ എവ്രി വൺ, വെൽക്കം ടു വൺ മോർ സെഷൻ വിത്ത് ടീച്ച് കേരള. നമ്മൾ ഇന്ന് ആദ്യമായിട്ട് തന്നെ ഫങ്ഷൻസ് ആൻഡ് ഇൻഇക്വാലിറ്റീസിന്റെ ജെഇ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്തു തുടങ്ങാൻ പോവുകയാണ്. ഓർക്കുക, ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു സെഷൻസ് തന്നെയായിരിക്കും ഇനി മുതൽ ഉള്ളത്. നല്ല ഡീപ്പായിട്ട് നമ്മളിത് പഠിക്കും. കാരണം ഫങ്ഷൻസ് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ ബാക്കി അങ്ങോട്ടുള്ള ജെഇയുടെ ടോപ്പിക്സ് അടിപൊളിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അന്നേരം ഫങ്ഷൻസ് കാണുന്നതിന് മുന്നേ ഓർക്കുക, ഞാൻ ഓൾറെഡി ജെഇയുടെ പ്ലേലിസ്റ്റിന്റെ കൂടെ ഞാൻ ബേസിക്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന NCERT തന്നെയാണ്. സോ NCERT ടോപ്പിക് കവർ ചെയ്തിട്ട് ഞാൻ ജെഇ പാർട്ടിലേക്ക് കടക്കാറുള്ളൂ. സോ ഇതുവരെ ജെഇക്ക് പഠിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ആദ്യം സെറ്റ്സിന്റെ NCERT ഇട്ടിട്ടുണ്ട്. രണ്ടാമത് ബേസിക് മാത്ത് എന്ന് പറഞ്ഞൊരു ടോപ്പിക് ഇട്ടിട്ടുണ്ട്. മൂന്നാമതായിട്ട് ഞാൻ ലോഗരിതം ഇട്ടിട്ടുണ്ട്. നാലാമതായിട്ട് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് NCERT പാർട്ട് ഇട്ടിട്ടുണ്ട്. അഞ്ചാമതായിട്ട് ഇൻഇക്വാലിറ്റീസ് NCERT പാർട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇത്രയും സാധനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ ഇനി വരുന്ന ഫംഗ്ഷൻസും അതിന്റെ ഇൻഇക്വാലിറ്റീസും ഒക്കെ ജെഇ ലെവലിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. സോ ഇത്രയും വീഡിയോസ് കണ്ടു തീർത്തെന്ന് ഉറപ്പാക്കിയിട്ട് വേണം നിങ്ങൾ അടുത്തതായിട്ട് ഇതിലേക്ക് കടക്കാൻ. സോ അടുത്തതായിട്ട് ആറാമത് ഫങ്ഷൻസ് ആൻഡ് ഇൻഇക്വാലിറ്റീസ് ഫോർ ജെഇ മെയിൻസ് ആൻഡ് അഡ്വാൻസ്. ഇതാണ് നമ്മളിപ്പോൾ കടക്കാൻ പോകുന്ന ഈ ആറാമത്തെ സെറ്റ് ഓഫ് വീഡിയോസ്. സോ ഇത്രയും കാര്യങ്ങൾ കണ്ടിരിക്കുക. ഈ ഒരു ഓർഡറിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കോൺസെപ്റ്റ് ബിൽഡ് ചെയ്ത് പോകാൻ പറ്റും. ഓക്കെ, പിന്നെ ഫങ്ഷൻസ് ആൻഡ് ഇൻഇക്വാലിറ്റീസിൽ തന്നെ ഞാൻ ആദ്യമായിട്ട് കിടക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, വേവി കർവ് മെത്തേഡ്. വളരെ സിമ്പിളുമാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. പല പല ചാപ്റ്ററുകളിൽ ഇതിന്റെ ആവശ്യം നിങ്ങൾക്ക് വരും. സോ വേവി കർവ് മെത്തേഡിൽ നിന്നാണ് ഞാൻ ഇവിടുത്തെ ഫങ്ഷൻസ് തുടങ്ങാൻ പോകുന്നത്. ഇതൊരു ഇൻഇക്വാലിറ്റി സോൾവ് ചെയ്യുന്നൊരു മെത്തേഡ് ആണ്. ഓക്കെ, ഇനി നമുക്ക് വേവി കർവ് മെത്തേഡിന് പോകുന്നതിന് മുന്നേ ആദ്യം വേവി കർവ് എന്തെന്ന് പറഞ്ഞ് മനസ്സിലാക്കാം. വേവി കർവ് എന്ന് പറയുന്ന a curve in the form of a wave. A curve in the form of a wave. And it is drawn on a number line. അതായത് നമ്മളൊരു നമ്പർ ലൈൻ വരയ്ക്കും. 0, 1, 2, 3 എന്നൊക്കെ അറിയാലോ, -1, -2 എന്നൊക്കെ. സോ ഇതിന്റെ അകത്ത് ഇങ്ങനെ ഒരു വേവ് ഇങ്ങനൊക്കെ വരച്ചു പോകുന്ന ഒരു കേർവ് വരച്ചിട്ട് ഉണ്ടാക്കുന്നതാണ്. ഈ നമ്പർ ലൈന് മുകളിലുള്ള വാല്യൂസ് എല്ലാം പോസിറ്റീവ് ആയിരിക്കും, താഴെയുള്ള എല്ലാം നെഗറ്റീവ് വാല്യൂസിൽ പെടുന്നതായിരിക്കും. ഇത്രയാണ് നിങ്ങൾ ഓർക്കേണ്ടത്. ഓക്കെ, ഇങ്ങനത്തെ ഒരു സാധനമാണ്. ഇതിന്റെ ഒന്ന് രണ്ട് പോയിന്റുകൾ ഇതിനെ കുറിച്ച് ഇത് എൻ്റെ കംപ്ലീറ്റ് നോട്ട്സ് ഉണ്ട്. ഈ നോട്ട്സിൽ നോക്കി ഞാൻ നോട്ട്സ് ഉണ്ടാക്കിയത് വളരെ ലെങ്ത് ആയിട്ട് ഞാൻ ഇത്രയും നാൾ സ്റ്റുഡൻസിനെ പഠിപ്പിച്ച 7-8 വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് ഉണ്ടാക്കിയ നോട്ട്സ് ആണ്. ഇത് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഐ എം ഷുവർ ദാറ്റ് യു വിൽ കവർ എവറിത്തിങ് ദാറ്റ് ഇസ് റിക്വയർഡ് ഫോർ യു ടു ക്രാക്ക് ജെഇ മെയിൻസ് ആൻഡ് അഡ്വാൻസ്. സോ ഇത് നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ഓക്കെ. ഇതിപ്പോ നിങ്ങൾക്ക് ഇവിടെ പ്ലസും മൈനസും ഓൾട്ടർനേറ്റ് ആയിട്ട് വരാമല്ലോ. കുറച്ച് പോയിന്റ് ഉണ്ട്. ഇറ്റ് നീഡ് നോട്ട് ബി സോ. ഒരു പ്ലസ് കഴിഞ്ഞിട്ട് വീണ്ടും പ്ലസ് തന്നെ വരാം. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാം. ഇറ്റ് നീഡ് നോട്ട് ബി ഓൾട്ടർനേറ്റ് പ്ലസ് ആൻഡ് മൈനസ് സൈൻ. ഓക്കെ, പിന്നെ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഈ പ്ലസ് ആൻഡ് മൈനസ് is used to show the nature of the curve. To show the nature of the curve. അതായത് ഇപ്പൊ നിങ്ങൾക്ക് ഏത് റീജിയനിലാണ് ഈ ഒരു ഫംഗ്ഷൻ പോസിറ്റീവ് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതിനും ഇടയ്ക്ക് പോസിറ്റീവ് ആണ്, ഇതിനും ഇടയ്ക്ക് പോസിറ്റീവ് ആണ്, ഇതിനും ഇടയ്ക്ക് നെഗറ്റീവ് ആണ്, ഈ 0ക്കും 1നും ഇടയ്ക്ക് നെഗറ്റീവ് ആണ്. അങ്ങനെയൊക്കെയാണ് ഇതിന്റെ അർത്ഥം. ഇതെന്താന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാം. ഓക്കെ, സോ ഇഫ് f of x is found to be greater than 0, then positive region is to be considered. ഓക്കെ, ഇതെല്ലാം പോയിന്റ് ഓർത്തു വെക്കുക. നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇപ്പൊ ഒരു ഓവർവ്യൂ മനസ്സിലാക്കി പോവുക. അതിനുശേഷം ക്വസ്റ്റ്യൻ ഒക്കെ നമ്മൾ ഒരുപാട് ചെയ്യുന്നതായിരിക്കും. നന്നായിട്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ പഠിക്കുന്നതായിരിക്കും. ഓക്കെ, ഡോണ്ട് വറി. സോ ഇഫ് f of x is greater than 0, then positive region is to be considered. അടുത്ത നമുക്ക് വേവി കർവ് മെത്തേഡ് എന്താണെന്ന് തന്നെ നോക്കാം ഇതിന്റെ അകത്ത്. ഓക്കെ, വേവി കർവ് മെത്തേഡ്, അതിന് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. വേവി കർവ് മെത്തേഡ് എല്ലാ സ്റ്റെപ്പുകളും നിങ്ങൾ പഠിക്കാം. സോ വാട്ട് ഇസ് എ വേവി കർവ് മെത്തേഡ്? ഇറ്റ്സ് an ഈസി മെത്തേഡ്, ഒരു ഭയങ്കര എളുപ്പമായിട്ടുള്ള മെത്തേഡ് ടു സോൾവ് an inequality. സോ വാട്ട് ഇസ് ഇറ്റ്? an easy method to solve an inequality. അപ്പം വേവി കർവ് മെത്തേഡ് എന്ന് പറയുന്നത് an easy method to solve an inequality ആണ്. നമുക്കൊരു നോർമൽ ഇൻഇക്വാലിറ്റി, ഒരു ലീനിയർ ഇൻഇക്വാലിറ്റി ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ x - 1 <0 എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലായി. x < 1, അതായത്
എക്സ് ബിലോങ്സ് ടു മൈനസ് ഇൻഫിനിറ്റി ടു 1 എന്ന് എഴുതാനായിട്ടൊക്കെ നമ്മൾ NCERT പാർട്ടിൽ ഓൾറെഡി പഠിച്ചു. ഇത് ലീനിയർ ആണെങ്കിൽ ഭയങ്കര എളുപ്പമാണ്. നമ്മൾ മോസ്റ്റ്ലി വേവി കർവ് മെത്തേഡ് യൂസ് ചെയ്യുന്നത് പോളിനോമിയൽ ഇൻഇക്വാലിറ്റീസിനാണ്. ക്വാഡ്രാറ്റിക് ക്യൂബിക് ഒക്കെ പോകുമ്പോഴത്തേക്കും എങ്ങനെ സോൾവ് ചെയ്യാന്നാണ് മോസ്റ്റ്ലി പഠിക്കുന്നത്. ഇതിന്റെ ആവശ്യകത മനസ്സിലാക്കാനായിട്ട് ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം. ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഉണ്ടെങ്കിൽ, ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ലേ, എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 2 ലെസ് ദാൻ 0. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണുള്ള ഫാക്ടറൈസ്ഡ് ഫോം ആണ് എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 2 ലെസ് ദാൻ 0 എന്ന് പറയുന്നത്. ശരിയല്ലേ? ഇപ്പൊ ഇത് ലെസ് ദാൻ 0 എന്ന് പറഞ്ഞാൽ ഇത് ഒരു പ്രോഡക്റ്റ് നെഗറ്റീവ് ആണ്. ഇത് നെഗറ്റീവ്, ഇത് പോസിറ്റീവ് ആകാം, അല്ലെങ്കിൽ ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ് ആകാം, അല്ലെ? അതായത് കേസ് 1 എടുത്തു കഴിഞ്ഞാൽ എക്സ് മൈനസ് 1 നെഗറ്റീവ്, അതായത് ലെസ് ദാൻ 0 ആൻഡ് എക്സ് മൈനസ് 2 ഗ്രേറ്റർ ദാൻ 0. അതായത് എക്സ് ലെസ് ദാൻ 1 ആൻഡ് എക്സ് ഗ്രേറ്റർ ദാൻ 2. ഇത് പറ്റുമോ? എക്സ് ഒരേ സമയത്ത് ലെസ് ദാൻ 1ഉം ഗ്രേറ്റർ ദാൻ 2 ആകുമോ? പറ്റില്ല. അതുകൊണ്ട് ഈ കേസ് നമുക്ക് കളയാം. അടുത്ത എന്താണ്? എക്സ് മൈനസ് 1 ഗ്രേറ്റർ ദാൻ 0 ആൻഡ് എക്സ് മൈനസ് 2 ലെസ് ദാൻ 0. അതായത് എക്സ് ഗ്രേറ്റർ ദാൻ 1ഉം എക്സ് ലെസ് ദാൻ 2ഉം. ഇത് പറ്റൂല. അതായത് എക്സ് ബിലോങ്സ് ടു 1 to 2 എന്ന് എഴുതാം. ഇത് പറ്റും. ഇതാണ് ഇതിന്റെ സൊല്യൂഷൻ. പക്ഷേ ഇതിന് ഇത്രയും സ്റ്റെപ്പുകൾ എഴുതേണ്ടി വന്നില്ലേ നമുക്ക് സൊല്യൂഷനിലേക്ക് എത്താനായിട്ട്? എക്സ് ബിലോങ്സ് ടു 1 to 2 എന്നുള്ള സൊല്യൂഷനിൽ എത്താൻ ഇത്രയും സ്റ്റെപ്പ് എടുക്കേണ്ടി വന്നതുകൊണ്ട് തന്നെ ഇത് വളരെ ഹാർഡ് വർക്ക് ആണ്. ഇതിനെ സിംപ്ലിഫൈ ചെയ്യാനായിട്ടാണ് വേവി കർവ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. സോ വേവി കർവ് മെത്തേഡ് മേക്സ് ഇറ്റ് ഈസിയർ. മനസ്സിലായോ? ഇപ്പൊ വേറൊരു കാര്യം കൂടെ കാണിച്ചില്ല നിങ്ങൾക്ക്. ഇപ്പൊ എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് മൈനസ് 3 ലെസ് ദാൻ 0 എന്നായിരുന്നെങ്കിൽ ഇത് എപ്പോഴൊക്കെയാ പറ്റുന്നത്? എല്ലാം നെഗറ്റീവ് ആകുമ്പോൾ പറ്റും. ഇത് പ്ലസ് മൈനസ് പ്ലസ് വരുമ്പോൾ പറ്റും, പ്ലസ് പ്ലസ് മൈനസ് പറ്റും, മൈനസ് പ്ലസ് പ്ലസ് പറ്റും. ഇത്രയും 4 കേസുകൾ നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യേണ്ടി വരും. ഭയങ്കര ലെങ്തിയും മിസ്റ്റേക്ക് ഉണ്ടാക്കാനായിട്ടുള്ള ചാൻസുകൾ കൂടുതലും അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ വേവി കർവ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അന്നേരം നമുക്ക് പ്രൊസീജിയർ ടു draw the wavy curve പഠിക്കാം. Okay, so next thing what we are going to learn is the procedure to draw a wavy curve. Procedure to draw a wavy curve. Okay, ഇപ്പൊ നമുക്ക് മനസ്സിലായി ഇതൊരു ക്വാഡ്രാറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ പോളിനോമിയൽ ഫംഗ്ഷൻസ് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും വരുന്ന കേസുകളിലാണ് നമ്മൾ ഇത് കൊടുക്കുന്നത്. നമുക്ക് ജനറൽ ആയിട്ട് ഞാൻ എഴുതാം, ഇതൊന്നും കണ്ട് പേടിക്കേണ്ട. ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഇഫ് എക്സ് മൈനസ് a1 ഹോൾ റേസ് ടു p1 ഇൻറ്റു എക്സ് മൈനസ് a2 ഹോൾ റേസ് ടു p2 ഇൻറ്റു എക്സ് മൈനസ് a3 ഹോൾ റേസ് ടു p3 എക്സെട്ര എക്സ് മൈനസ് ak ഹോൾ റേസ് ടു pk ഇങ്ങനെ വന്നു. ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് b1 ഹോൾ റേസ് ടു q1 into x minus a2 whole raised to q2 into x minus a3 whole raised to q3 etc x minus an whole raised to qn. ഇങ്ങനെ ഒരെണ്ണം വന്നു കഴിഞ്ഞാൽ ഇത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആവട്ടെ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആവട്ടെ, ലെസ് ദാൻ 0 ആവട്ടെ, ഗ്രേറ്റർ ദാൻ 0 ആവട്ടെ, ഇങ്ങനത്തെ കേസുകളിലാണ് നമ്മൾ വേവി കർവ് യൂസ് ചെയ്യുന്നത്. വേർ p1 p2 etc pk and q1 q2 etc qn are natural numbers. പവർ എല്ലാം നാച്ചുറൽ നമ്പേഴ്സ് ആയിരിക്കണം, എന്നാലേ ഇത് യൂസ് ചെയ്യാൻ പറ്റൂ. ആൻഡ് a1 a2 a3 etc ak b1 b2 b3 etc ഇത് b ആയിരുന്നേ, b2 bn ആർ റിയൽ നമ്പേഴ്സ്. ഇതെല്ലാം റിയൽ നമ്പേഴ്സ് ആണെങ്കിലാണ് നമ്മൾ വേവി കർവ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഇതെങ്ങനെയാ യൂസ് ചെയ്യുന്നതെന്ന് നമ്മൾക്ക് കൃത്യമായിട്ട് ഇപ്പം പഠിക്കാം. ഇതിനൊരു 6-7 സ്റ്റെപ്സ് ഉണ്ട്. വളരെ സിമ്പിൾ സ്റ്റെപ്സ് ആണ്, നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് മേക്ക് ഷുവർ that the coefficients of the variable, here most of the cases x തന്നെ ആയിരിക്കും, variable x in all the factors, എല്ലാ ഫാക്ടേഴ്സിലെയും x ന്റെ കോഎഫിഷ്യൻസ് പോസിറ്റീവ് ആണെന്ന് ആദ്യം ഉറപ്പുവരുത്തുക. പിന്നെ റൈറ്റ് ഹാൻഡ് സൈഡിന് നമ്പർ ഒന്നും പാടില്ല, 0 പാടുള്ളൂ, 0 അല്ലാത്ത നമ്പർ ഒന്നും പാടില്ല. ആൻഡ് റൈറ്റ് ഹാൻഡ് സൈഡ് ഷുഡ് ബി 0.
എക്സാമ്പിൾ നമ്മളിപ്പം x-1 into x-2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇപ്പൊ ഇവിടെ ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് എല്ലാ ചോദ്യവും ചെയ്തു പോകാം. ഇപ്പം എക്സിന്റെ കോഎഫിഷ്യന്റ് 1 ആണ്, എക്സിന്റെ കോഎഫിഷ്യന്റ് 1 ആണ്, സാറ്റിസ്ഫൈഡ്, റൈറ്റ് സൈഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഈ ഫോമിൽ അല്ലെങ്കിൽ ഈ ഫോമിൽ ആക്കി മാറ്റുക. കാര്യം പിടികിട്ടിയല്ലോ. അടുത്തത് സ്റ്റെപ്പ് നമ്പർ 2. ഫൈൻഡ് ദ ക്രിട്ടിക്കൽ പോയിന്റ്സ്. Find the critical points of the factors of the inequality. Find the critical points of the inequality. x-1 into x-2 greater than or equal to 0 അല്ലേ? ഇതിന്റെ ക്രിട്ടിക്കൽ പോയിന്റ്സ് എന്താണ്? ഈ ഓരോ ഫാക്ടേഴ്സിനെയും 0 ആക്കുന്ന വാല്യൂസ്. ഹിയർ ഏതൊക്കെയാണ്? 1 0 ആക്കും, 2 0 ആക്കും. ഇതായിരിക്കും ക്രിട്ടിക്കൽ പോയിന്റ്സ് എന്ന് പറയുന്നത്. ഫൈൻഡ് ദ ക്രിട്ടിക്കൽ പോയിന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഏതൊക്കെയാണ് ക്രിട്ടിക്കൽ പോയിന്റ്സ്? A1, A2, A3, AK, B1, B2, etc. Bn. Everything is a critical point. ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയുന്നത് ഇതിന്റെ ഏതെങ്കിലും ഒരു ടേംസിനെയൊക്കെ 0 ആക്കി മാറ്റുന്ന വാല്യൂസ് 1 ഉം 2 ആണ് ക്രിട്ടിക്കൽ പോയിന്റ്സ്. മനസ്സിലായല്ലോ. അടുത്തത് സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് ഡ്രോ എ നമ്പർ ലൈൻ. ഡ്രോ എ നമ്പർ ലൈൻ and mark the critical points. Mark the critical points on it. ഇപ്പൊ നമ്പർ ലൈൻ വരയ്ക്കാൻ എല്ലാവർക്കും തന്നെ അറിയാലോ. ഇങ്ങനെ ഒരു നമ്പർ ലൈൻ വരയ്ക്കുക. വേണമെങ്കിൽ കുറച്ച് വൃത്തിയായിട്ട് വരയ്ക്കണമെങ്കിൽ വൃത്തിയായിട്ടും വരയ്ക്കാവുന്നതേ ഉള്ളൂ നമ്പർ ലൈൻ. ഇച്ചിരി കൂടെ സ്പേസ് ഇട്ട് വേണമെങ്കിൽ നമ്പർ ലൈൻ വരച്ചിട്ട്. ഇങ്ങനെ പോയേക്കാം. ഇനി ക്രിട്ടിക്കൽ പോയിന്റ്സ് ഏതൊക്കെയാണ്? 1 ഉം 2 ഉം. 1 ഇവിടെ മാർക്ക് ചെയ്യുക, 2 ഇവിടെ മാർക്ക് ചെയ്യുക. ഇത് മനസ്സിലായല്ലോ. ഡ്രോ നമ്പർ ലൈൻ ആൻഡ് മാർക്ക് ക്രിട്ടിക്കൽ പോയിന്റ്സ് ഓൺ ഇറ്റ്. ഓക്കെ. എന്നിട്ട് ഇവിടുത്തെ കേസിൽ നമുക്ക് അറിയാവുന്നത് x-1 into x-2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 അല്ലേ? അടുത്തത് സ്റ്റെപ്പ് 4. സ്റ്റെപ്പ് 4 ഡ്രോ വേവ്. according to the following conditions. താഴെ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ് അനുസരിച്ച് ഒരു വേവ് വരയ്ക്കാം. ഫസ്റ്റ്, സ്റ്റാർട്ട് ഫ്രം ദ റൈറ്റ് മോസ്റ്റ് പോയിന്റ്. ഓക്കെ, സ്റ്റാർട്ട് ഫ്രം ദ റൈറ്റ് മോസ്റ്റ് പോയിന്റ്. അതായത് ഇവിടെ ഇപ്പം x-1 into x-2 നമുക്ക് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് മോസ്റ്റ് പോയിന്റ് ഏതാണ്? 2. അതിന്റെ മുകളിൽ നിന്ന് തുടങ്ങുക, എന്നിട്ട് ആ 2ലേക്ക് എത്തുക. അതാണ് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. സ്റ്റാർട്ട് ഫ്രം ദ റൈറ്റ് മോസ്റ്റ് പോയിന്റ് ആൻഡ് റീച്ച് ദാറ്റ് പെർട്ടിക്കുലർ പോയിന്റ്. ഓക്കെ, സ്റ്റാർട്ട് ഫ്രം ദ റൈറ്റ് മോസ്റ്റ് പോയിന്റ്, ആ 2ലേക്ക് എത്തി. രണ്ടാമത്, ഇഫ് ദ പവർ ഓഫ് ദി എക്സ്പ്രഷൻ, ഇഫ് ദ പവർ ഓഫ് ദി expression with that point is even, then the curve will bounce back. Bounce back to the same side. Okay, the curve will bounce back to the same side. And if the power is odd, the curve travels to the opposite side. Simple ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പോ നമുക്കറിയാവുന്നത് ഇവിടെ 0 എടുത്ത്, ഇവിടെ 1 എടുത്ത്,
ഇവിടെ 2 എടുത്ത്, ഇവിടെ 3 എടുത്ത്, ഇവിടെ -1 എടുത്ത്, ഇവിടെ -2 എടുത്ത്, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന നമ്പർ ലൈനാണ്. ഇപ്പൊ നമുക്ക് ഉണ്ടായിരുന്ന ചോദ്യം എന്താണ്? x-1 into x-2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 അല്ലെ? x-1 into x-2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. നമുക്കറിയാം ക്രിട്ടിക്കൽ പോയിന്റ്സ് 1 ഉം 2 ഉം ആണ്. 2 മുകളിൽ നിന്ന് തുടങ്ങുക, കാരണം 2 അപ്പുറത്തോട്ടുള്ളതെല്ലാം എന്തായാലും പോസിറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ 2 മുകളിൽ നിന്ന് ഇങ്ങനെ തുടങ്ങുക. ഇവിടെ ഒരു പോയിന്റിൽ നിന്ന് അങ്ങ് തുടങ്ങിയാൽ മതി, ഇങ്ങനെ അങ്ങ് തുടങ്ങിയാൽ മതി. ഓക്കെ, ഇപ്പൊ 2 ഉള്ള ഫാക്ടർ ഏതാ? ഇതല്ലേ. ഇതിന്റെ പവർ ഓഡ് ആണോ ഈവൻ ആണോ? x-2 പവർ x-2 റേസ് ടു 1 അല്ലേ? ഓടാണ്. ഓടാണെങ്കിൽ അതർ സൈഡിലേക്ക് പോവാ, അതായത് താഴേക്ക് പോവാ. എന്നിട്ട് ഇങ്ങനെ ഒരു കർവ് വന്നിട്ട് അടുത്ത ക്രിട്ടിക്കൽ പോയിന്റിലേക്ക് ഈ കർവിനെ കൊണ്ടുപോകുക. അടുത്ത ക്രിട്ടിക്കൽ പോയിന്റ് ഏതാണ്? 1. ആ ക്രിട്ടിക്കൽ പോയിന്റ് 1ലേക്ക് കൊണ്ടുപോയി 1 കൊണ്ടുവരുന്ന ഫാക്ടർ ഏതാ? x-1. അതിന്റെ പവർ ഓഡ് ആണോ ഈവൻ ആണോ? അതിന്റെ പവറും ഓടാണ്, x-1 റേസ് ടു 1. അതുകൊണ്ട് വീണ്ടും ഇത് അപ്പുറത്തെ സൈഡിലേക്ക് പോകും. ഈ മുകളിലുള്ള ഭാഗമെല്ലാം പോസിറ്റീവ്, താഴെ ഉള്ള കർവിന്റെ ഭാഗമെല്ലാം നെഗറ്റീവ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അന്നേരം ഇവിടെ x-1 into x-2 എവിടെയാണ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0? ഇവിടെയും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്, ഇവിടെയും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. സോ x ബിലോങ്സ് ടു x എവിടെ നിന്നാ വരുന്നത്? -∞ to 1. 1 പറ്റുമോ? പറ്റും, കാരണം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. 1 0 ആകും. യൂണിയൻ 2 to infinity, 2 പറ്റുമല്ലോ. 2 to infinity ഇവിടെ എന്തിട്ട് കൊടുത്തു കഴിഞ്ഞാലും ഇത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിട്ട് വരും. ഇങ്ങനെ ആയിരിക്കണം ഇതിന്റെ സൊല്യൂഷൻ. കാര്യം പിടികിട്ടിയല്ലോ. ഇങ്ങനെയാണ് വേവി കർവ് ഉപയോഗിച്ച് ഇത് വരയ്ക്കുന്നത്. 1-2 എക്സ്ട്രാ പോയിന്റ്സും കൂടി ഇതിന്റെ അകത്ത് ആഡ് ചെയ്യാനുണ്ട്, നമുക്ക് നോക്കാം. ഓക്കെ, സോ സ്റ്റെപ്പ് 5 നമ്മളിപ്പം പറഞ്ഞ എന്തൊക്കെയാന്ന് പറഞ്ഞാൽ, ടേക്ക് ദ ഇന്റർവെൽ ഓഫ് പോസിറ്റീവ് സൈൻ ഇഫ് ദ എക്സ്പ്രഷൻ ഇസ് ഗ്രേറ്റർ ദാൻ 0. Take the interval of positive sign if the expression is greater than 0, and the interval of negative sign if the expression is less than 0. അടുത്തത്, ഇതെല്ലാം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. മുകളിലേക്കുള്ളതാണെങ്കിൽ ആ ഭാഗം എടുക്കുക, താഴേക്കുള്ളതാണെങ്കിൽ ആ ഭാഗം എടുക്കുക, ലെസ് ദാൻ 0. ഓക്കെ, ദ ഇന്റർവെൽ is to be put with square bracket if it is a slack inequality, അതായത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു or less than or equal to. സ്ട്രിക്റ്റ് ഇൻഇക്വാലിറ്റി ആണെങ്കിൽ എന്ത് പറ്റുക? നമ്മൾ സിമ്പിൾ ബ്രാക്കറ്റിൽ ഇടും. ഇത്രയേ ഉള്ളൂ കാര്യം എന്ന് പറയാം. സിമ്പിൾ ആയിട്ട് കാര്യം പിടികിട്ടിയല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ ചെയ്യാം. അന്നേരത്തേക്ക് ഇത് കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമുക്ക് മനസ്സിലാകും. സോ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് ദ സൊല്യൂഷൻ ഓഫ് ദ ഇൻഇക്വാലിറ്റി x-1 into x+3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അതിനായിട്ട് നമ്മൾ ആദ്യമായിട്ട് എന്ത് പറയും? നമ്മുടെ നമ്പർ ലൈൻ അങ്ങ് വരയ്ക്കും. നമ്പർ ലൈൻ വരയ്ക്കാനായിട്ട് ഇവിടെ 0 മാർക്ക് ചെയ്ത, ഇവിടെ 1, ഇവിടെ 2, ഇവിടെ 3, ഇവിടെ 4 മാർക്ക് ചെയ്താൽ ഇവിടെ -1, ഇവിടെ -2, ഇവിടെ -3, ഇവിടെ -4, ഇവിടെ -5. എക്സ് ഏതൊക്കെയാണ് ക്രിട്ടിക്കൽ പോയിന്റ്സ്? 1 വന്നാൽ ഇത് 0, അതായത് 1 ഒരു ക്രിട്ടിക്കൽ പോയിന്റ് ആണ്. ഇവിടെ ക്രിട്ടിക്കൽ പോയിന്റ് ഏതാണ്? -3, ഇവിടെ 0, -3 ക്രിട്ടിക്കൽ പോയിന്റ് ആണ്. ഇനി റൈറ്റ് മോസ്റ്റ് ഭാഗത്തിന്റെ മുകളിൽ നിന്ന്, റൈറ്റ് മോസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് ഏതാണ്? 1 അല്ലെ? അതിന്റെ മുകളിൽ നിന്ന് തുടങ്ങുക, 1ലേക്ക് എത്തുക. 1ന്റെ പവർ, 1 കൊണ്ടുവരുന്ന ഫാക്ടറിന്റെ പവർ ഓഡ് ആണോ ഈവൻ ആണോ? ഓഡ് ആണ്. എന്നിട്ട് അപ്പുറത്തെ സൈഡിലേക്ക് പോവുക. എന്നിട്ട് അടുത്ത പവർ ഓഫ് ക്രിട്ടിക്കൽ പോയിന്റ് ഏതാണ്? -3. -3ലേക്ക് എത്തുമ്പോൾ അതിന്റെ പവർ ഓഡ് ആണോ ഈവൻ ആണോ? ഓഡ് ആണ്. അതുകൊണ്ട് വീണ്ടും ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോവാം. ഇവിടെ പോസിറ്റീവ്, ഇവിടെ പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ്. ലൈനിന്റെ മുകളിലുള്ള എല്ലാം പോസിറ്റീവ്, ലൈനിന്റെ താഴെയുള്ള എല്ലാം നെഗറ്റീവ്. അപ്പൊ ചോദ്യം ഇതാണ്, ഇത് എവിടെയാണ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 വരുന്നത്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 വരണമെങ്കിൽ ഇവിടെയും ഗ്രേറ്റർ ആണ്, ഇവിടെയും ഗ്രേറ്റർ ആണ് അല്ലെ? അതായത് -∞ to -3. -3 ഇപ്പൊ എടുത്താം, കാരണം ഈക്വൽ ടു 0 is okay. യൂണിയൻ 1 up to infinity, 1 ഇൻക്ലൂഡഡ് ആണ്. So this will be the value. കാര്യം പിടികിട്ടിയല്ലോ. ഓക്കെ, അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഇതാണ്. നമുക്ക് എങ്ങനെയാണ് അടുത്ത ചോദ്യത്തെ ചെയ്യുന്നത് നോക്കാം. x+2 whole square into x-3 less than or equal to 0.
ഇതിന്റെ നമ്മൾ ക്രിട്ടിക്കൽ പോയിന്റ്സ് ഇപ്പം കണ്ടുപിടിക്കാം. ക്രിട്ടിക്കൽ പോയിന്റ്സ് കണ്ടുപിടിക്കാനായിട്ട് ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം നോക്കുക കോയിഫിഷ്യന്റ് ഓഫ് എക്സ് എല്ലാം 0 ആണോ, അല്ല പോസിറ്റീവ് ആണോ, അത് ആദ്യം നോക്കണേ. എല്ലാം പോസിറ്റീവ് ആണ്. ഇത് റൈറ്റ് സൈഡ് 0 ആണോ, ആണ്. ഇതെല്ലാം സാറ്റിസ്ഫൈഡ് ആയി. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? നമ്പർ ലൈൻ വരയ്ക്കുക, അല്ലെ? നമ്പർ ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഇവിടെ 0, ഇവിടെ 1, ഇവിടെ 2, ഇവിടെ 3, ഇവിടെ 4, ഇവിടെ -1, ഇവിടെ -2, ഇവിടെ -3, അല്ലെ? അപ്പൊ ക്രിട്ടിക്കൽ പോയിന്റ്സ് ഏതൊക്കെയാണ്? 3 ഒരു ക്രിട്ടിക്കൽ പോയിന്റ് ആയിട്ട് വരും, -2 ഒരു ക്രിട്ടിക്കൽ പോയിന്റ് ആയിട്ട് വരും, അല്ലെ? അടുത്തത് ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം റൈറ്റ് മോസ്റ്റ് പാർട്ടിൽ നിന്ന് തുടങ്ങാം, അല്ലെ? എത്തി എവിടെ വരെ എത്തും? ഈ 3 വരെ എത്തും. ഇനി 3യുടെ പവർ ഓഡ് ആണോ ഈവൻ ആണോ? അത് ഓടാണ്. അതുകൊണ്ട് താഴേക്ക് പോയിട്ട് അടുത്ത ക്രിട്ടിക്കൽ പോയിന്റിലേക്ക് വരും. അതേതാണ് -2. ഈ -2ന്റെ പവറോ ഈവൻ ആണ്, അങ്ങനെ വീണ്ടും തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരും. കാര്യം പിടിയിട്ടല്ലോ. അതായത് ഇവിടെ പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ്, ഇവിടെയും നെഗറ്റീവ് തന്നെ വന്നു. കാരണം എന്താണ്? പവർ ഈവൻ ആണെങ്കിൽ സെയിം സൈഡിൽ തന്നെ നിൽക്കും. അപ്പൊ ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 വരുന്ന പോയിന്റ്സ് ഏതൊക്കെയാണ്? നമുക്ക് കഴിഞ്ഞാൽ -∞ ടു -2. -2 പറ്റുമോ? -2 പറ്റും. ഈക്വൽ ടു 0 പറ്റും. യൂണിയൻ വീണ്ടും നെഗറ്റീവ് വരുന്നത് -2 ടു 3 വരെ, അല്ലെ? 3 പറ്റുമോ? 3യും പറ്റും. ഇതിനെ രണ്ടിനെയും കൂടെ കമ്പൈൻ ചെയ്ത് നമുക്ക് -∞ ടു 3 എന്നും എഴുതാമല്ലോ. ഇതായിരിക്കണം നമ്മുടെ ശരി ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, അത് പിടികിട്ടി തുടങ്ങിയുള്ള ചെറുതായിട്ടെങ്കിലും ഒക്കെ പിടികിട്ടി തുടങ്ങിയുള്ള കാര്യങ്ങൾ ഇനി അങ്ങ് മനസ്സിലായി പോയിക്കോളും, പേടിക്കണ്ട. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് x² -4 into x+3 whole power 5 into x greater than 0. x² -4 എന്ന് പറയുന്നതിന് നമുക്ക് ഫാക്ടറൈസ് ചെയ്ത് x-2 into x+2 എന്ന് എഴുതാലോ. a² - b² is a plus b into a minus b into x+3 whole power 5 into x. x എന്ന് പറയുന്നത് x-0 അല്ലേ ടെക്നിക്കലി, ഗ്രേറ്റർ ദാൻ 0, അല്ലെ? ഇനി നമുക്ക് ഇതിന്റെ ക്രിട്ടിക്കൽ പോയിന്റ്സ് എല്ലാം അങ്ങ് മാർക്ക് ചെയ്താലോ. ക്രിട്ടിക്കൽ പോയിന്റ്സ് മാർക്ക് ചെയ്ത് തുടങ്ങിയാൽ ഇവിടെ 0 ഉണ്ട്. 0 ഒരു ക്രിട്ടിക്കൽ പോയിന്റ് ആണ്, 2 ഒരു ക്രിട്ടിക്കൽ പോയിന്റ് ആണ്, ഇവിടെ -2 ക്രിട്ടിക്കൽ പോയിന്റ് ആണ്, -3 ക്രിട്ടിക്കൽ പോയിന്റ് ആണ്, 0. സോ ക്രിട്ടിക്കൽ പോയിന്റ്സിൽ അടുത്തത് നമുക്ക് ഇവിടെ 1 മാർക്ക് ചെയ്യാം, ഇവിടെ 2 മാർക്ക് ചെയ്യാം, ഇവിടെ 3 മാർക്ക് ചെയ്യാം, ഇവിടെ 4 മാർക്ക് ചെയ്യാം, ഇവിടെ -1 മാർക്ക് ചെയ്യാം, ഇവിടെ -2 മാർക്ക് ചെയ്യാം, ഇവിടെ -3 മാർക്ക് ചെയ്യാം. 2 ഒരു ക്രിട്ടിക്കൽ പോയിന്റ് ആണ്, -2 ഒരു ക്രിട്ടിക്കൽ പോയിന്റ് ആണ്, -3 ഒരു ക്രിട്ടിക്കൽ പോയിന്റ് ആണ്, 0 ഒരു ക്രിട്ടിക്കൽ പോയിന്റ് ആണ്. ഇതല്ലേ അല്ലേ ക്രിട്ടിക്കൽ പോയിന്റ്? ഇനി നമ്മൾ റൈറ്റിൽ നിന്ന് തുടങ്ങാം. റൈറ്റിൽ നിന്ന് തുടങ്ങിയിട്ട് 2ൽ എത്തുക. 2 അല്ലേ ആദ്യത്തെ ക്രിട്ടിക്കൽ പോയിന്റ്, അതിന്റെ പവർ ഓഡ് ആണ്, താഴേക്ക് പോവുക. പിന്നെ അടുത്ത ക്രിട്ടിക്കൽ പോയിന്റ് 0 ആണ്, അതിന്റെയും പവർ ഓഡ് ആണ്, അപ്പുറത്തെ സൈഡിലേക്ക് പോവുക. -2ൽ എത്തുക, അതിന്റെയും പവർ ഓഡ് ആണ്, അല്ലെ? താഴേക്ക് പോവുക. -3ൽ എത്തുക, അതിന്റെയും പവർ ഓഡ് ആണ്, അതുകൊണ്ട് തന്നെ ഇപ്പുറത്തേക്ക് പോവാം. ഇവിടെ പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ്, ഇവിടെ പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ്, ഇവിടെ പോസിറ്റീവ്. ശരിയല്ലേ? കാര്യങ്ങൾ ശരിയല്ലേ? അന്നേരം ഇതിന്റെ സൊല്യൂഷൻ എവിടെ ആയിട്ട് വരും? എവിടെയാണ് ഇത് ഗ്രേറ്റർ ദാൻ 0? ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുന്നത് -3ക്ക് ഇപ്പുറത്തോട്ട് എവിടെ വേണമെങ്കിലും പോവാം. ഫോർ എക്സാമ്പിൾ ഇവിടെ -10 ഇട്ട് കൊടുത്താൽ നെഗറ്റീവ്, 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 എല്ലാം നെഗറ്റീവ് വന്ന് ടോട്ടൽ പോസിറ്റീവ് ആയി മാറുമല്ലോ. അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ -∞ ടു -3 വരെ പറ്റും. 3 ഇൻക്ലൂഡഡ് ആണോ? അല്ല, കാരണം ഗ്രേറ്റർ ദാൻ 0, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു അല്ല. യൂണിയൻ അടുത്തത് ഇത് എത്ര? -2 അല്ലായിരുന്നോ? -2 ടു 0 വരെ പറ്റുമല്ലോ, പറ്റും. യൂണിയൻ 2 ടു ഇൻഫിനിറ്റി വരെ. ഈ വാല്യൂസ് എല്ലാം കൂടെ ചേർന്നിട്ടുള്ളതാണ് നമ്മുടെ ശരി ഉത്തരമായിട്ട് ഇവിടെ നമുക്ക് കിട്ടാൻ പോകുന്നത്. കാര്യം പിടികിട്ടിയോ? കാര്യം എല്ലാവർക്കും തന്നെ പിടികിട്ടിയല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത കുറച്ച് പോയിന്റ്സ് ടു റിമെമ്പർ ഓർക്കാം. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ടു റിമെമ്പർ അബൌട്ട് ദിസ് വേവി കർവ് മെത്തേഡ്. ഫസ്റ്റ്, the inequality എഴുതിക്കോ, ഈ പോയിന്റ് എഴുതിയോ, having expressions
on both sides or a number on one side will be simplified to the standard form. To the standard form having the expression on the left side and 0 on right hand side. അതായത് ഇപ്പൊ ഒരു x square plus 2x plus 1 ഇത് ഗ്രേറ്റർ ദാൻ 0. ഇപ്പൊ എക്സ്പ്രഷൻ മൊത്തം ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡിൽ 0 വരുന്ന രീതിയിലാക്കണം. ഇങ്ങനെ അല്ലെങ്കിൽ അതായത് ഇപ്പൊ x square plus 2x greater than -1 എന്നുള്ളതാണെങ്കിൽ ഈ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടേ നിങ്ങൾ ചെയ്യാൻ തുടങ്ങാവൂ. ഇതാണ് ആദ്യത്തെ പോയിന്റ്. നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്, ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു പോകാന്നേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഓക്കെ ഓക്കെ. രണ്ടാമത്തെ പോയിന്റ്, the solution of inequality. The solution of inequality of rational expressions, അതായത് ഡിനോമിനേറ്ററിൽ എന്തെങ്കിലും വരുന്നത്, does not include the points where the denominator becomes 0. The denominator becomes 0 even if the inequality is of the form greater than or equal to 0 or less than or equal to 0. അതായത് നിങ്ങളിപ്പം എക്സ് മൈനസ് 2 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 4 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോ മാർക്ക് ചെയ്യുമ്പോൾ എന്താ വരുന്നത്? നമ്മൾക്ക് മാർക്ക് ചെയ്യുമ്പോഴത്തേക്കും 0 വരാം, 1 വരാം, 2 വരാം, -1 വരാം, -2 വരാം, -3 വരാം, -4 വരാം. അല്ലെ, നമ്മൾ വേവി കർവ് തുടങ്ങുന്നത് ഇവിടുന്ന് തുടങ്ങും, ഇവിടുന്ന് താഴേക്ക് എത്തും, ഈ -4 വന്നിങ്ങനെ കയറിപ്പോവല്ലേ. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0യിൽ ഇതും എഴുതും. പക്ഷെ ഈ -4 എന്നുള്ള പോയിന്റ് ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല. കാരണം എന്താ? -4 എന്നുള്ള പോയിന്റ് ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ 0 ആയിട്ട് മാറും. സോ ഡിനോമിനേറ്റർ 0 ആയി മാറാൻ പറ്റുമോ? ഡിവിഷൻ ബൈ 0 ഡിഫൈൻഡ് ആണോ? അല്ല. അന്നേരം ആ പോയിന്റ് എക്സ്ക്ലൂഡ് ചെയ്യണം എന്ന് മാത്രമേ ഇത് ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഓക്കെ. അടുത്തത്, the modulus function. The modulus function will behave like a even power expression in terms of sign. അതായത് നിങ്ങളിപ്പോ ഒരു മോഡുലസ് ഓഫ് എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 3 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 4 എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ -1 വരുമ്പോ ഇതിനെ എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ബൗൺസ് ചെയ്ത് സെയിം സൈഡിലേക്ക് ആ കർവ് പോകത്തില്ലേ? അതേ കാര്യം തന്നെ ഇവിടെ ചെയ്യണമെന്ന് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇതിന്റെയും ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ കാര്യങ്ങൾ നമുക്ക് നന്നായിട്ട് തന്നെ പിടികിട്ടും, അതുകൊണ്ട് പേടിക്കണ്ട. ഓക്കെ, അപ്പൊ നമുക്കൊരു ചോദ്യം ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്: എക്സ് മൈനസ് 1 ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് മൈനസ് 3 ഗ്രേറ്റർ ദാൻ 0. ഇതിന്റെ ക്രിട്ടിക്കൽ പോയിന്റ്സും കാര്യങ്ങളും എല്ലാം നമുക്കൊന്ന് മാർക്ക് ചെയ്യാം ആദ്യമായിട്ട്. വണ് 2 3 അല്ലേ ക്രിട്ടിക്കൽ പോയിന്റ്സ് ആയിട്ട് വരുന്നത്. ഇപ്പൊ ഗ്രേറ്റർ ദാൻ 0 ആണ്. ആദ്യം തുടങ്ങുന്നത് 3ന് മുകളിലുള്ള ഭാഗത്ത് നിന്ന് 3യിലേക്ക് എത്തി, അതിന്റെ പവർ ഓഡ് ആയതുകൊണ്ട് താഴേക്ക് പോയി 2യിലേക്ക് വീണ്ടും കൊണ്ടുവരിക. ഇപ്പൊ 2ൽ എത്തുമ്പോൾ ഇത് മോഡുലസ് ഉള്ളതുകൊണ്ട് എന്ത് പറ്റും? അത് എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയർ പോലെ എക്സ് മൈനസ് 2 ഹോൾ പവർ 4 പോലെ ബിഹേവ് ചെയ്യും. അതായത് അപ്പുറത്തെ സൈഡിലേക്ക് പോകുന്നതിന് വരെ അത് വീണ്ടും ബൗൺസ് ചെയ്ത് താഴേക്ക് വരും. കാര്യം മനസ്സിലായോ? അത് ബൗൺസ് ചെയ്ത് താഴേക്ക് വന്നു, എന്നിട്ട് വീണ്ടും നമ്മള് ഇങ്ങോട്ടേക്ക് 1ൽ പോയി. 1ൽ പോകുമ്പോ എന്താ പറ്റിയേ? അതിന്റെ പവർ ഓടാണോ ഈവൻ ആണോ? ഓടാണ്, അപ്പുറത്തേക്ക് പോയി. ഇവിടെ പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ്, ഇവിടെ നെഗറ്റീവ്, ഇവിടെ പോസിറ്റീവ്. ഗ്രേറ്റർ ദാൻ 0 എവിടെ വരെയാ വരുന്നത്? ഗ്രേറ്റർ ദാൻ 0 വരുന്നത്, സോ എക്സ് ബിലോങ്സ് ടു 3 to infinity യൂണിയൻ -infinity to 1 എന്ന് വരും. ഇതായിരിക്കണം
നമ്മുടെ ശരി ഉത്തരം എന്ന് പറയുന്നത്. കാര്യം പിടികിട്ടിയോ? ഓക്കെ, വണ്ടർഫുൾ. അടുത്തത് വേറൊരു ടൈപ്പ് ഓഫ് ചോദ്യമാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്വസ്റ്റ്യൻ: ഇഫ് എക്സ് സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 2 ഗ്രേറ്റർ ദാൻ 0. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ഒരു കോംപ്ലക്സ് റൂട്ട് വരത്തില്ല. എക്സ് സ്ക്വയർ പ്ലസ് 1 കോംപ്ലക്സ് റൂട്ട് വന്നു. കാരണം എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു -1, എക്സ് ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഐ എന്ന് വരത്തില്ലേ? കോംപ്ലക്സ് റൂട്ട്സ് അറിയാവുന്നവരെ. സോ ഓർക്ക് കംപ്ലീറ്റ്ലി പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സാധനം വന്നാൽ അതിനെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ഇഗ്നോർ ചെയ്യുക, വേറെ ഒന്നും ചെയ്യണ്ട. അതായത് ഇതിനെ അങ്ങ് മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ളതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിച്ചാൽ. കാരണം എന്താ? ഇത് പോസിറ്റീവ് ആയതുകൊണ്ട് ഇൻഇക്വാലിറ്റിയെ ഒരു പോസിറ്റീവ് നമ്പർ കൊണ്ട് രണ്ട് സൈഡ് ഓഫ് ഇൻഇക്വാലിറ്റി മൾട്ടിപ്ലൈ ചെയ്താൽ എന്തെങ്കിലും വ്യത്യാസം വരുമോ? വരില്ലല്ലോ. അത്രേ ഉള്ള കാര്യം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതൊന്ന് മാർക്ക് ചെയ്ത് എങ്ങനെയാ ചെയ്യുന്നത് നോക്കാം. വീണ്ടും കംപ്ലീറ്റ്ലി പോസിറ്റീവ് ആയിട്ടുള്ള, അതായത് കോംപ്ലക്സ് റൂട്ട്സ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇഗ്നോർ ചെയ്യാം. 0 ഇവിടെ ഇട്ട്, 1 ഇവിടെ ഇട്ടു, 2 ഇവിടെ ഇട്ടു. നമ്മൾ 2ൽ നിന്ന് തുടങ്ങുക, ഇവിടെ എത്തി ഓഡ് പവർ ആണ്, താഴേക്ക് പോവുക. 1ൽ നിന്ന് തുടങ്ങി വേറെ ഒന്നും നോക്കണ്ട, ഇങ്ങനെ പോയാൽ ഇത് പ്ലസ് ആയിരിക്കും, ഇവിടെ മൈനസ് ആയിരിക്കും, ഇവിടെ പ്ലസ് ആയിരിക്കും. ഇത്രയും ഓർക്കേണ്ട കാര്യമുള്ളൂ. എവിടെയാണ് ഇത് കംപ്ലീറ്റ്ലി പ്ലസ് ആയിട്ട് വരുന്നത്? -ഇൻഫിനിറ്റി ടു 1 യൂണിയൻ 2 ടു ഇൻഫിനിറ്റി എന്ന് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എഴുതി പോവാം. ഇത്രേ ഉള്ളു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, സിമ്പിൾ അല്ലേ കാര്യങ്ങള്? ഓക്കെ, വണ്ടർഫുൾ. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ചോദ്യം ചെയ്യാം. ചോദ്യം ഇതാണ്: 2x³ plus 5x² plus 3x is less than x² plus x. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിനെ എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും? ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം. 2x³ plus 4x² plus 2x less than 0 എന്ന് നമുക്ക് എഴുതിക്കൂടെ? ഇതിന് 2x കോമൺ എടുത്തു കഴിഞ്ഞാൽ x² plus 2x plus 1 എന്ന് എഴുതാമല്ലോ, ലെസ് ദാൻ 0. അതായത് 2x into x plus 1 ഹോൾ സ്ക്വയർ എന്ന് എഴുതിക്കൂടെ? ഇതിന് ലെസ് ദാൻ 0 എന്നറിയാലോ. x plus 1 ഹോൾ സ്ക്വയർ ഇസ് ലെസ് ദാൻ 0 എന്ന് നമുക്ക് മനസ്സിലായി. ഇത് ലെസ് ദാൻ 0 എവിടെ വരും നോക്കാം. ഇതിന്റെ ക്രിട്ടിക്കൽ പോയിന്റ്സ് ഏതൊക്കെയായിട്ട് വരും? നമുക്കറിയാം ഇതിന്റെ ക്രിട്ടിക്കൽ പോയിന്റ്സ് എന്ന് പറയുന്നത് 0 ഒരു ക്രിട്ടിക്കൽ പോയിന്റ് ആണ്, -1 ഒരു ക്രിട്ടിക്കൽ പോയിന്റ് ആണ്, അല്ലെ? 0ക്ക് മുകളിൽ നിന്ന് തുടങ്ങാം. 0യിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഓഡ് പവർ ആണ്, താഴേക്ക് പോയി -1 അടുത്ത പവർ വന്നു, അതിന്റെ പവർ ഈവൻ ആയതുകൊണ്ട് അതിനെ നമ്മൾ താഴേക്ക് വീണ്ടും പറഞ്ഞു വിട്ടു. കാര്യല്ലേ? ഇത് പോസിറ്റീവ് ആണ്, ഇത് നെഗറ്റീവ് ആണ്, ഇത് നെഗറ്റീവ് ആണ്, അല്ലെ? ഇത് നെഗറ്റീവ് ലെസ് ദാൻ 0 എവിടെ വരും എന്നല്ലേ ചോദിച്ചിരിക്കുന്നത്. അതായത് -ഇൻഫിനിറ്റി ടു -1 യൂണിയൻ -1 ടു 0. നമ്മൾ -1നെ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, കാരണം ഇതിനെ രണ്ടിനെയും സെപ്പറേറ്റ് ആയിട്ട് എഴുതി. കാരണം എന്ന് പറയുന്നത് ഇവിടെ ലെസ് ദാൻ 0 അല്ല, ലെസ് ദാൻ 0 ആണ്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 അല്ല. ഇവിടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇതായിരിക്കണം. അപ്പൊ ഇതിലെ നമ്മൾ എന്താ പഠിച്ച? ആദ്യം സിംപ്ലിഫൈ ചെയ്ത് എക്സ്പ്രഷനെ എല്ലാം ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരാൻ പഠിച്ചു, റൈറ്റ് സൈഡ് 0 ആക്കാൻ പഠിച്ചു. അതിനുശേഷം മാത്രം ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നമ്മൾ ഇവിടെ പഠിക്കുകയുണ്ടായി. ഇത്രയും കാര്യമല്ലേ നമ്മൾ ഇവിടെ ചെയ്തത്? കാര്യം എല്ലാവർക്കും പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. സിമ്പിൾ ആയിരുന്നല്ലോ കാര്യങ്ങളെല്ലാം. ഓക്കെ, വണ്ടർഫുൾ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ചോദ്യം ഇതാണ്: 2x minus 3 divided by 3x minus 5 is greater than or equal to 3. Is greater than or equal to 3 എന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം എന്താ ഇതിനെ സിംപ്ലിഫൈ ചെയ്യണമല്ലോ. ഓഫ് കോഴ്സ് റൈറ്റ് സൈഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, റൈറ്റ് സൈഡിൽ 0 വന്നു കഴിഞ്ഞാൽ നമുക്ക് കാര്യം നടക്കും. അതായത് 2x minus 3 divided by 3x minus 5 minus 3 is greater than or equal to 0. 2x minus 3 minus 9x plus 15 divided by 3x minus 5 is greater than or equal to 0. അതായത് -7x plus 12 divided by 3x minus 5 is greater than or equal to 0. ഇനി നമുക്ക് സിംപ്ലിഫൈ ചെയ്യാവോ? ഇല്ല, പറ്റില്ല. ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ആദ്യം തന്നെ പഠിച്ചു കോഎഫിഷ്യന്റ് ഓഫ് എക്സ് എപ്പോഴും പോസിറ്റീവ് ആക്കണം. ഇവിടെ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് പോസിറ്റീവ് ആണോ? അല്ല. അപ്പൊ ആ ന്യൂമറേറ്ററിന് നമ്മൾ നിന്നൊരു നെഗറ്റീവ് പുറത്തെടുത്താൽ നെഗറ്റീവ് ഓഫ് 7x minus 12 ഡിവൈഡഡ് ബൈ 3x minus 5 എന്നല്ലേ? നെഗറ്റീവ് ഇപ്പുറത്തോട്ട് കൊണ്ടുവരും. അതായത് രണ്ട് സൈഡിലും നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത ഇൻഇക്വാലിറ്റി റിവൈസ് ആവത്തില്ലേ? റിവേഴ്സ് ആവുമല്ലോ. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആയിട്ട് മാറുകയുണ്ടാകും. നമുക്ക് അന്നേരം സോൾവ് ചെയ്യേണ്ടത് ഇതാണ്. ഓക്കെ, രണ്ട് സൈഡ് ഓഫ് ഇൻഇക്വാലിറ്റിയെ നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഇൻഇക്വാലിറ്റി റിവേഴ്സ് ആവും എന്നറിയാലോ. അപ്പൊ നമുക്കറിയാം നമ്മുടെ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഉള്ള ചോദ്യം എന്താണ്?
7x minus 12 divided by 3x minus 5 less than or equal to 0. ഇതിന്റെ ക്രിട്ടിക്കൽ പോയിന്റ്സ് എവിടേക്കാ വരുന്നത്? ഇതിന്റെ ക്രിട്ടിക്കൽ പോയിന്റ്സ് നമ്മൾ എടുക്കുവാണെങ്കിൽ 0, പിന്നെ എന്താ 5/3 ഒരു ക്രിട്ടിക്കൽ പോയിന്റ് ആണ്, പിന്നെ 12/7 ഒരു ക്രിട്ടിക്കൽ പോയിന്റ് ആണ്. ഇതൊക്കെയല്ലേ ഇതിന്റെ ക്രിട്ടിക്കൽ പോയിന്റ്സ് ആയിട്ട് വരുന്നത് അല്ലെ? കാരണം ഇത് 0 ആവുന്നത് 12/7 വരും, ഇത് 0 ആവുന്നത് 5/3 വരും അല്ലെ? ഇപ്പൊ റൈറ്റിൽ നിന്ന് തുടങ്ങുക, ഇവിടെ എത്തുക, ഇതിന് ഓഡ് പവർ ആയതുകൊണ്ട് താഴോട്ട് പോവുക, ഇവിടോട്ട് എത്തുക, ഓഡ് പവർ ആയതുകൊണ്ട് മുകളിലോട്ട് പോവുക. ഇവിടെ പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ്, ഇവിടെ പോസിറ്റീവ്. എവിടെയാണ് ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0? 5/3 ടു 12/7 ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. 12/7 ഇൻക്ലൂഡ് ചെയ്യും, 5/3 ഇൻക്ലൂഡ് ചെയ്യില്ല. കാരണം 5/3 ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ 0 ആയി പോകും. പക്ഷെ 12/7 ഇൻക്ലൂഡ് ചെയ്യാം, കാരണം ന്യൂമറേറ്റർ 0 ആകുന്നതിൽ കുഴപ്പമില്ല. കാര്യം പിടികിട്ടിയാലോ? അന്നേരം എക്സ് ബിലോങ്സ് ടു ദിസ്. അപ്പൊ എല്ലാവർക്കും പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. വേവി കർവ് ഉപയോഗിച്ച് ചെയ്യുന്ന എല്ലാ ടൈപ്പ് ഓഫ് ചോദ്യങ്ങളും നമ്മൾ ചെയ്തു. ഇതൊരു തുടക്കം മാത്രമാണ്. ഇനിയും കുറെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നതായിരിക്കും. ബട്ട് വേവി കർവ് എന്ന് പറയുന്നത് ജെഇ ലെവലില് എന്ത് ചോദ്യം ചെയ്യാനായിട്ടും നന്നായിട്ട് പഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫംഗ്ഷൻസിന്റെ കംപ്ലീറ്റ് ജെഇ ടോപ്പിക് ഉടനെ തന്നെ അപ്ലോഡ് ആവുന്നതാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. വിൽ മീറ്റ് അഗെയിൻ. അണ്ടിൽ ദെൻ, ബൈ ബൈ, ഹാവ് എ നൈസ് ടൈം.